ദേവ് ട്രാവൽ വേൾഡിൻ്റെ 86-ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ കാന്തല്ലൂർ ഗ്രാമത്തിലെ ഒരു സ്ട്രോബെറി കൃഷിത്തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്ന് വിളിക്കപ്പെടുന്ന കാന്തല്ലൂർ ഗ്രാമം പഴവർഗ്ഗ കൃഷിക്ക്, പ്രത്യേകിച്ച് ആപ്പിൾ, ഓറഞ്ച് കൃഷികൾക്ക് പേരുകേട്ട നാടാണ്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഇതുപോലെ അനേകം കൃഷിയിടങ്ങൾ കാന്തല്ലൂരിലുണ്ട്. പൂക്കളിട്ടു, കായ്കളിട്ടു. ചുവന്നത് അവിടെ ഉണ്ട് ഇട്ടതാ. അനുയോജ്യമായ കാലാവസ്ഥയും ഫലപുഷ്ടിയുള്ള മണ്ണും ശാസ്ത്രീയമായ കൃഷിരീതികളും ഒത്തുചേർന്നപ്പോൾ മെച്ചപ്പെട്ട വിളവുകളാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. കാന്തല്ലൂരിലെ സ്ട്രോബെറി പാടത്തിന് നടുവിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ സ്ട്രോബെറി പാടത്തിൽ വിളവ് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല നിലയിൽ കരുതലോടുകൂടി നടത്തുന്ന കൃഷിയാണ് സ്ട്രോബെറി കൃഷി. ഏതാണ്ട് 1 ഏക്കറോളം ഭൂമിയിൽ ഇവിടെ സ്ട്രോബെറി കൃഷി ചെയ്തു വരികയാണ്. 2.5 ഏക്കർ സ്ഥലത്താണ് ഇവിടെ സ്ട്രോബെറി കൃഷി ചെയ്യുന്നത്. ശ്രീ രാജൻ, അദ്ദേഹമാണ് ഇവിടെ കൃഷി ചെയ്യുന്ന ആള്. അദ്ദേഹമാണ് ഇതിനകത്തേക്ക് പ്രവേശിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നത്. ഒരു സ്ട്രോബെറി ഇവിടെ നിന്ന് തന്നെ ഫ്രഷായിട്ട് എടുത്തിരിക്കുകയാണ്. ഞാനിതൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ, അടിപൊളി രുചിയുള്ള സ്ട്രോബെറിയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രുചി അറിയുന്നത്. സ്ട്രോബെറി ഇപ്പോൾ കായ്ച്ച് സീസൺ ആയി വരുന്നേ ഉള്ളൂ. ഇങ്ങനെ കുറച്ച് തന്നെ ഉള്ളൂ. ഫ്രഷായിട്ട് ഇപ്പോൾ താങ്ക് യു. സീസണാണ്. ഇനി 6-5 മാസം നല്ല ഫുൾ സീസണാണ് സ്ട്രോബെറി സീസണായി. ഇവിടെ വന്ന വെജിറ്റബിൾ, സ്ട്രോബെറി എല്ലാം ഇവിടെ കാണാം, മേടിക്കാം. ഇവിടെ സ്ട്രോബെറി മാത്രമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? പച്ചക്കറിയുണ്ട്. ഇത് സീസൺ അനുസരിച്ചാണ്. എത്ര കാലം വേണം ഇതിന്? ഇതിന് 5-6 മാസം ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ വിളവെടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ തുടക്കമാണ്. ഇനി 6 മാസം ഇങ്ങനെ കണ്ടിന്യൂ വന്നിട്ടുണ്ട്. ഇങ്ങനെ വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ചെടി നശിച്ചു പോവാ? ഇത് നശിച്ച് കഴിഞ്ഞിട്ട് വേറെ ചെടി, പുതിയത് വെക്കും. അത് എങ്ങനെയാണ് വെക്കുന്നത്? തൈ ആയിട്ടാണോ അല്ലെങ്കിൽ? പൂനയിൽ നിന്ന് തൈ വരും. പൂനയിൽ നിന്ന് തൈ വന്നിട്ട് ഒരു തൈക്ക് എന്ത് വില വരുന്നുണ്ട്? തൈക്ക് 15-20 രൂപ വിലയുണ്ട് ഒരു തൈക്ക്. ഏതാണ്ട് എത്ര തൈ ഒരു വർഷം? ലക്ഷക്കണക്കിന് തൈകൾ. ഈ കളറ് സ്ട്രോബെറി മാത്രമാണ്. ബ്ലൂബെറി അങ്ങനെയുള്ള ബ്ലാക്ക്ബെറി അതൊന്നുമില്ല. ആ, പക്ഷെ കൃഷിക്ക് നല്ല സംരക്ഷണം വേണം. നല്ല നിലയിൽ ചെലവ് വരും. ആളധ്വാനം കൂടുതലുണ്ട് അല്ലേ? കാവല് വേണോ ഇവിടെ? കാവലും വേണം. ഇവിടെ ആന, കാട്ടുപോത്തുണ്ട്, കാവല് വേണം. ഇത് കിളികൾ കൊത്താതിരിക്കാൻ വേണ്ടി. കിളികൾ കൊത്താതിരിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണം കൂടിയുണ്ട്. ഇത് പറിച്ചെടുക്കുന്നത് കൊട്ടയിൽ രാവിലെ തന്നെ അല്ലേ? കീടങ്ങളുടെ ശല്യം ഉണ്ടാവുക? കുറവാണ്. ഓ, അതാണ് പൂച്ചെടികൾ വെക്കുന്നത് അല്ലേ? പൂച്ചെടികൾ വഴി ജൈവ കീട നിയന്ത്രണം എന്ന് പറയാം.
മറ്റ് കൃഷികൾ ചെയ്തുകൊണ്ട് കീടങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുന്നു. അങ്ങനെ ഇവിടേക്ക് വരുന്ന കീടങ്ങൾ പൂക്കളും മറ്റുമുള്ള ചെടികളിലേക്ക് ആകർഷിക്കപ്പെട്ട് ഇവിടെ ഈ ചെടിയെ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. ഇത് കാന്തല്ലൂർ കനി ഫ്രൂട്ടാണ്. ആ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ കനി റോക്കുണ്ട്, സ്ട്രോബെറി ഫാം ഉണ്ട്, ആപ്പിൾ ഗാർഡനുണ്ട്, പിന്നെ പ്രമരം പോയിന്റ്. എല്ലാം ഒറ്റ ആണല്ലേ. ആപ്പിൾ ഗാർഡൻ ഇവിടെ ഇപ്പം സീസൺ ആണോ? സീസൺ കുറവായിട്ട് ആപ്പിൾ സീസൺ കഴിഞ്ഞു. അത് ശരിക്കും ഏത് മാസം വന്നാലാണ് ആപ്പിളിൻ്റെ സീസൺ? ഇനി ഏപ്രിൽ മെയിലാണ് ആപ്പിൾ സീസൺ. ഏപ്രിൽ മെയിൽ ഇപ്പോൾ സീസണില്ല, എല്ലാം മറ്റേ ഇപ്പോൾ ഇനി പൂവെടുക്കുന്ന സമയമാണ്. മറ്റേ എല്ലാം പട്ടിങ്ങാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയിലാണ് സീസൺ ആവുക. ആ കാണുന്നതാണോ? അത് ആപ്പിൾ തോട്ടം, സ്ട്രോബെറി തോട്ടം അടുത്ത് ചീനി ആപ്പിൾ ഗാർഡനാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വെച്ച തൈയാണ്. ഈ തൈ കായാകാൻ തുടങ്ങി, ഇതിപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ. ഈ നന ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും അല്ലേ? ഇത് അതെല്ലാം ട്രിപ്പ് ഇറിഗേഷൻ ആണ്. ഇത് മാത്രം മറ്റേ സ്പ്രിംഗ്ലർ വെച്ചിട്ട് പുതിയ ചെടി ഇവിടെ പ്ലാന്റ് ചെയ്തു അല്ലേ? ഇത് അതിന്റെ കൂട്ടത്തിലുള്ള ചെടിയാണ്. ഇതെല്ലാം ഒരേ പ്രായത്തിലുള്ള ചെടികൾ. വളരെ വിശാലമായ ഒരു ഭൂപ്രദേശം ഇവിടെ ബെറി കൃഷിക്കായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. നല്ല നിലയിൽ നനയും നടക്കുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ടാങ്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ വെച്ചിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നത്. കേബേജ് തൈകൾ തൊട്ടടുത്തായിട്ട് വേറെയുണ്ട്. ഏപ്രിൽ മെയിൽ കായാവുന്ന ബെറി ചെടിയാണ്. അത് ഗ്രീൻ പീസ്. ഓ, ഈ കാണുന്നതാണ് ഗ്രീൻ പീസ്. ബ്രോക്കോളി ആ ചരിവിൽ നട്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകാം. ഇതെല്ലാം ബ്രോക്കോളി. ഓ, കേബേജ് തൈകളും ബ്രോക്കോളി തൈകളും. ബ്രോക്കോളിയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയാണ് ഇത്തരം സസ്യങ്ങൾ വളരാൻ നമ്മെ ഏറെ സഹായിക്കുന്നത്. ധാരാളം ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? അപ്പോൾ നല്ല റെഡ് കളറാവും. കാന്തല്ലൂർ വന്ന സമയത്ത് ഉണ്ടായ ഏറ്റവും നല്ല ഒരനുഭവമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സൗഹൃദപരമായി വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മളോട് സഹകരിച്ച് നമുക്ക് വേണ്ട എല്ലാത്തരം സൗകര്യങ്ങളും ചെയ്തു തന്നത് ശ്രീ രാജൻ. അദ്ദേഹം ഈ ഫാമിൻ്റെ മാനേജ്മെൻ്റ് അല്ലേ, ഉടമസ്ഥൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫാമാണ് നമ്മൾ സന്ദർശിച്ചിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ ഞങ്ങൾ ഈ ഫാമിൽ നിന്ന് വിട പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. അദ്ദേഹത്തിൻ്റെ കടയാണ് ഇവിടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബെറിയുടെ ഉൽപ്പന്നങ്ങൾ, നാരങ്ങ, ഫ്രഷ് ജ്യൂസ് ഉണ്ട്, എല്ലാം ഫ്രഷായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്.
ഇനി കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ആര് വരികയാണെങ്കിലും പാഷൻ ഫ്രൂട്ട് ഇത് വളരെ ജാമ് കഴിച്ച് നോക്കണം. ഈ ഫാം സന്ദർശിക്കാതെ പോകരുത്. ഫാം സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രഷ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാതെ പോകരുത്. നമുക്കൊക്കെ വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നൽകിയിട്ടുള്ള രാജേട്ടനെ കാണാതെ നമ്മളാരും ഇവിടുന്ന് പോകരുതെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാനേറെ സന്തോഷത്തോടു കൂടി ഈ എപ്പിസോഡ് ഇവിടെ സമാപിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. കാന്തല്ലൂരിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.